ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ, മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിൻ്റെ 17-ാം ദിവസത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുകയാണ്. കത്തോലിക്കാ സഭയുടെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള മതബോധന ഗ്രന്ഥം 402 ഇപ്രകാരം പഠിപ്പിച്ചിരിക്കുന്നു: ഒരു വ്യക്തി എത്ര കൂടുതലായി സ്നേഹിക്കുന്നുവോ അത്ര കൂടുതലായി ദൈവത്തിൻ്റെ സാദൃശ്യം വഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്ന്. അതിനാൽ സ്നേഹത്തിലുള്ള പൂർണ്ണതയാണ് ഒരുവനെ മഹിമയാർന്ന മനുഷ്യനാക്കുന്നത്, അഥവാ പൂർണ്ണതയുള്ളവനാക്കുന്നത്. ദൈവത്തിൻ്റെ ഛായയിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം സ്നേഹിക്കാൻ കഴിവുള്ളവനായി അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. കാരണം ദൈവം സ്നേഹമാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവ് സ്നേഹിക്കാനുള്ള കഴിവാണ്. സമ്പത്തോ സൗന്ദര്യമോ ബുദ്ധിശക്തിയോ സാമർഥ്യമോ ഒന്നുമല്ല. മനുഷ്യനെ മനുഷ്യനാക്കുന്നതും അവൻ്റെ സ്നേഹമാണ്. സ്നേഹത്തിൽ കുറയും തോറും അവൻ്റെ മനുഷ്യത്വം കുറയും. മനുഷ്യന് തൻ്റെ ഉന്നത പദവി, അതായത് ദൈവിക ഛായ, നഷ്ടപ്പെടുകയും ചെയ്യും. സ്നേഹം അത്ര കണ്ട് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവമാകേണ്ടതുകൊണ്ടാണ് അവൻ്റെ ജീവിത സാക്ഷാത്കാരത്തിനുള്ള നിയമം സ്നേഹത്തിന് നിയമമാകണമെന്ന് ദൈവം നിശ്ചയിച്ചത്. യേശുവിൻ്റെ ഈ വാക്കുകളിൽ അത് വ്യക്തമാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37, 38, 39 വാക്യങ്ങൾ. യേശു പറഞ്ഞു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് ഏറ്റവും വലുതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേതും ഇതിന് തുല്യം തന്നെ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നാം പ്രഥമമായി ദൈവത്തെ സ്നേഹിക്കണം, അതോടൊപ്പം തന്നെ അവരനെയും. എന്താണ് സ്നേഹിക്കുക എന്നതിനർത്ഥം? ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നതുമായ വാക്കാണ് സ്നേഹം. സ്നേഹം ഇഷ്ടമായി പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ രണ്ടും രണ്ടാണ്. ഇഷ്ടത്തിൻ്റെ പിന്നിൽ സ്വാർത്ഥം ഉണ്ട്. സ്നേഹമോ 100% നിസ്വാർത്ഥമായിരിക്കും. യേശുക്രിസ്തുവാണ് ആധികാരികമായി സ്നേഹം എന്തെന്ന് നിർവചിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 12, 13 വാക്യങ്ങളിൽ ഈശോ അത് ഇപ്രകാരം പഠിപ്പിച്ചു: ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഒരുവൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യഥാർത്ഥ സ്നേഹം ആത്മദാനമാണെന്നും തൻ്റെ സ്നേഹരീതിയാണ് യഥാർത്ഥ ആത്മദാനമെന്നും യേശു ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. അവനവനിൽ നിന്ന് പുറത്തു കടന്ന് ദൈവോന്മുഖനും അതേസമയം അപരോന്മുഖനും ആകുകയാണ് സ്നേഹിക്കുവാനുള്ള വഴി. അപ്പോഴാണ് ഒരാൾ ദൈവത്തെ സ്നേഹിക്കുന്നതും അപരനെ സ്നേഹിക്കുന്നതും. എന്നാൽ ഉത്ഭവഭാവഫലമായി മനുഷ്യൻ അടിസ്ഥാനപരമായി സ്വയോന്മുഖനായി തീർന്നു. ഇന്നലെ ഇതേപ്പറ്റി നാം ധ്യാനിക്കുകയുണ്ടായല്ലോ. നമ്മുടെ വ്യക്തിപരമായ പാപം ഈ ദൗർബല്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. തന്മൂലം നാം യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ അപ്രാപ്തരായി തീർന്നിരിക്കുന്നു. നാം നമ്മിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. നമ്മുടെ ജീവിതം നമ്മെ കേന്ദ്രമാക്കി അധപ്പതിച്ചിരിക്കുന്നു. അതിനാലത്രേ നമ്മുടെ ദൈവഭക്തി പോലും അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി എന്ന സ്ഥിതിയിലേക്ക് തരം താഴുന്നത്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള ദൈവഭക്തി ദൈവത്തെ സ്നേഹിക്കലല്ല, അത് സ്വയം സ്നേഹിക്കലാണ്. ദൈവത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങൾ ലക്ഷ്യമാക്കാതെ ദൈവത്തെ പ്രാപിക്കുക എന്നത് ലക്ഷ്യമാക്കുമ്പോഴാണ് ദൈവഭക്തി
ദൈവത്തെ സ്നേഹിക്കലാകുന്നത്. അതായത് ദൈവത്തിന് വേണ്ടി അഥവാ ദൈവത്തെ പ്രതി സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥ ദൈവസ്നേഹമാകുന്നത്. നേരെ മറിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നത് നമ്മെ പ്രതിയും നമുക്ക് വേണ്ടിയും ആകുമ്പോൾ അത് സ്വയം സ്നേഹമാകും, ദൈവസ്നേഹമാവുകയില്ല. ഇതുപോലെ തന്നെ നമ്മുടെ പരസ്നേഹവും നിലവാരം താഴ്ന്നതായി മാറിക്കഴിഞ്ഞു ഉത്ഭവഭാവത്തോടെ. അവനിൽ നന്മ കാണുമ്പോൾ മാത്രമേ നമുക്കവനെ സ്നേഹിക്കാനാവുന്നുള്ളൂ. അവനിലെ തിന്മ അവനെ വെറുക്കാനാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മെ സ്നേഹിക്കുന്നവരെ നാം സ്നേഹിക്കുന്നതും നമ്മെ സ്നേഹിക്കാത്തവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയാത്തതും. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഈശോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുകയാണ് മാതൃകാപരമായ സ്നേഹം. യേശു തൻ്റെ പിതാവിനെ സ്നേഹിച്ചതുപോലെ നാം ദൈവത്തെ സ്നേഹിക്കണം. അതുപോലെ അവിടുന്ന് എങ്ങനെ മനുഷ്യരെ സ്നേഹിച്ചുവോ അതുപോലെ നാമും മനുഷ്യരെ സ്നേഹിക്കണം. ദൈവത്തോട് സമനായ ദൈവമായിരുന്നിട്ടും യേശു തന്നെക്കാൾ പ്രാധാന്യം തൻ്റെ പിതാവിന് നൽകുകയുണ്ടായി. അതാണ് അവിടുന്ന് ദൈവത്തെ സ്നേഹിച്ചു എന്നതിൻ്റെ തെളിവ്. ഗെത്സെമനിലെ പ്രാർത്ഥനയിൽ അത് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 14:36 നമ്മൾ വായിക്കുകയാണ്, അബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എന്നാൽ എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം. ഈശോ പിതാവിനെ സ്നേഹിച്ചതുപോലെ മനുഷ്യരെയും സ്നേഹിച്ചു. മാനവരക്ഷയ്ക്ക് വേണ്ടി അതിദാരുണ പീഡകൾ സഹിച്ചും കുരിശിൽ മരിച്ചും തൻ്റെ ജീവനേക്കാൾ അധികമായി അവിടുന്ന് മനുഷ്യവർഗത്തെ സ്നേഹിച്ചു. നാം യേശുവിന് അനുരൂപരാകുമ്പോൾ മാത്രമേ നമുക്കും യഥാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. മരിയൻ പ്രതിഷ്ഠയുടെ ആത്യന്തിക ലക്ഷ്യം യേശുവിന് നാം അനുരൂപരാകുകയാണ്. ഈ മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുകയും മരിയൻ പ്രതിഷ്ഠ യഥാവിധി നടത്തുകയും മരിയൻ പ്രതിഷ്ഠ ജീവിക്കുകയും ചെയ്യുന്നതോടെ നാമും സ്നേഹത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും. ഈ ആമുഖ ചിന്തയോടെ നമുക്കിന്നത്തെ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. ആമുഖം: പാപത്തിൻ്റെ നാശഫലങ്ങളിൽ അടിസ്ഥാനപരമായത് നിസ്വാർത്ഥമായി അപരനെ സ്നേഹിക്കാനുള്ള കഴിവില്ലായ്മയാണ്. ജീവിത ലക്ഷ്യം സ്നേഹിക്കുക. കൊറിന്തോസ്യർക്ക് 1-ാം ലേഖനം 14-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ വിശുദ്ധ അപ്പോസ്തലൻ പഠിപ്പിച്ചു, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. എല്ലാ മനുഷ്യരുടെയും ജീവിത ലക്ഷ്യം സ്നേഹിക്കുക എന്നതായിരിക്കണമെന്നാണ് ഈ തിരുവചനം വ്യക്തമാക്കുന്നത്. വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയാൻ കാരണം, മനുഷ്യനെ ദൈവം ആദിയിൽ സൃഷ്ടിച്ചപ്പോൾ സ്നേഹം തന്നെയായ അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലുമാണ് അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 1:27. സ്നേഹം ത്രിത്വിക ദൈവത്തിൻ്റെ ആന്തരിക സത്തയാണ്. ഒരു വ്യക്തി എത്ര കൂടുതലായി സ്നേഹിക്കുന്നു അത്ര കൂടുതലായി ദൈവത്തിൻ്റെ സാദൃശ്യം വഹിക്കുന്നു. യുവജന മതബോധ ഗ്രന്ഥം 402. ആകയാൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം സ്നേഹിക്കുക തന്നെയാണ്. ഇഷ്ടം സ്നേഹമല്ല. ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് സ്നേഹം. ഒരാളെ ഇഷ്ടപ്പെടുന്നതിനെ സ്നേഹമെന്ന് വിളിക്കുന്ന ഏറെ പേരുണ്ട്. വ്യക്തിയിൽ കാണുന്ന നല്ല ഗുണങ്ങളാണ് ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനം. സ്നേഹത്തിൻ്റെ അടിസ്ഥാനമാകട്ടെ വ്യക്തിയാണ്. വ്യക്തിയിലുള്ള സദ്ഗുണങ്ങളാവണമെന്നില്ല. ഇതിൽ നിന്ന് ഇഷ്ടവും സ്നേഹവും രണ്ടും രണ്ടാണെന്ന് വ്യക്തം. ദൈവത്തിൻ്റെ സ്നേഹമാണ് മാതൃകാ സ്നേഹം. നമ്മെയാണ്, നമ്മിലുള്ള ഗുണങ്ങളെ അല്ല ദൈവം സ്നേഹിക്കുന്നത്. അതായത് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നാം കുറവുകൾ നിറഞ്ഞവരും പാപികളുമായിട്ടും അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം യഥാർത്ഥ മാതൃക. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടിപ്പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ
ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം അവൻ പ്രകടമാക്കിയിരിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 5 മുതൽ 8 വരെ വാക്യങ്ങൾ. സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ആ വ്യക്തിയിൽ കാണുന്ന ബാഹ്യ സൗന്ദര്യമോ സത്സ്വഭാവമോ അല്ല പ്രത്യുത ആ വ്യക്തി തന്നെയാണ് സ്നേഹത്തിന് അടിസ്ഥാനം. ആദത്തിന് പാപത്തിൽ വീഴുന്നതിന് മുമ്പ് ഈ കൃപയുണ്ടായിരുന്നു. അതിനാലാണ് ദൈവമായ കർത്താവ് ഹവ്വയെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്ന ക്ഷണം അവളെപ്പറ്റി അവൻ ഇങ്ങനെ പറഞ്ഞത്, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ഉൽപ്പത്തി 2:23. ഹവ്വായെപ്പറ്റി ഒരു മുൻ വിലയിരുത്തൽ നടത്താതെയുള്ള ആദത്തിൻ്റെ അഭിപ്രായ പ്രകടനമായിരുന്നു ഇത്. പാപം സ്നേഹിക്കാനുള്ള കഴിവ് നശിപ്പിക്കും. എന്നാൽ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നപ്പോൾ ആദ്യം ആദത്തിൽ വന്ന മാറ്റം യഥാർത്ഥ സ്നേഹം നഷ്ടപ്പെട്ടു എന്നതാണ്. അതുകൊണ്ടാണ് തൽക്ഷണം ഹവ്വായെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആദം പറഞ്ഞത്, അങ്ങനെക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ഉൽപ്പത്തി 3:12. പാപത്തിന് മുമ്പ് ആദം ഹവ്വായെ സ്നേഹിച്ചത് നിരുപാധികമായിട്ടായിരുന്നെങ്കിൽ പാപത്തോടെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം അവൾ എന്ന വ്യക്തിയേക്കാൾ ഉപരി അവളുടെ ഗുണങ്ങൾ മാത്രമായി പരിമിതപ്പെട്ടു. ചുരുക്കത്തിൽ ആദത്തിൻ്റെ നിസ്വാർത്ഥ സ്നേഹം സ്വാർത്ഥം നിറഞ്ഞ ഇഷ്ടമായി അധപ്പതിച്ചു. നിസ്വാർത്ഥ സ്നേഹത്തിനുള്ള കഴിവ് പാപത്തോടെ അവന് നഷ്ടമായി. ആദ്യ മാതാപിതാക്കന്മാരുടെ യഥാർത്ഥ സ്നേഹത്തിലുണ്ടായ ഈ തകരാറിനെപ്പറ്റി സഭാപ്രബോധനം വ്യക്തമാക്കുന്നുണ്ട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 400-ാമത്തെ ഖണ്ഡികയിൽ. സ്ത്രീ പുരുഷ സ്നേഹം സംഘർഷാത്മകമായി ലൈംഗിക ദുരാശയും ആധിപത്യവും അവരുടെ ബന്ധങ്ങളിൽ പ്രത്യക്ഷമായി. ഉത്ഭവഭാവവും കർമ്മഭാവവും നമ്മിലെ സ്നേഹം നശിപ്പിച്ചു. തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 402 പറയുന്നത്, ആദത്തിൻ്റെ പാപത്തിൽ സർവ്വ മനുഷ്യരും പങ്കുചേർന്നിരിക്കുന്നുവെന്നാണ്. അതിനാൽ യഥാർത്ഥമായി സ്നേഹിക്കാനുള്ള കഴിവില്ലാത്തവരായി നമ്മളെല്ലാം തീർന്നിരിക്കുന്നു. നമ്മുടെ സ്നേഹം സ്വയോന്മുഖമായിരിക്കുന്നു. അതായത് മറ്റുള്ളവരെ നാം സ്നേഹിക്കുന്നത് അവർക്ക് വേണ്ടി എന്നതിനേക്കാൾ നമുക്ക് വേണ്ടിയായി തരം താഴുന്നു. അതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ വേണ്ടി മാത്രമാകുന്നു. ദൈവത്തിന് വേണ്ടി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ വ്യക്തിപരമായ ഭാവം നമ്മെ കൂടുതൽ സ്നേഹശൂന്യരാക്കുന്നു. അതിനാലാണ് നമുക്കിഷ്ടമുള്ളവരെ നാം സ്നേഹിക്കുന്നതും നമുക്കിഷ്ടമില്ലാത്തവരെ നാം സ്നേഹിക്കാതിരിക്കുന്നതും. പലരോടും ആഴമേറിയ സ്നേഹമില്ലാതെ ഉപരിപ്ലവമായ സ്നേഹം മാത്രം കാണിക്കുന്നതിനും കാരണം നമ്മുടെ വ്യക്തിപരമായ പാപാവസ്ഥ തന്നെ. നിസ്വാർത്ഥമായി സ്നേഹിക്കാനുള്ള കഴിവ് കേട്ട് നമ്മുടെ അസ്തിത്വ ലക്ഷ്യം തന്നെ അസാധ്യമാക്കി തീർക്കും. എന്തെന്നാൽ നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹിക്കാനാണ്. നമ്മുടെ നിത്യരക്ഷയെ തന്നെ നമ്മുടെ സ്നേഹരാഗത്യം ബാധിക്കും. കാരണം വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ പറയുന്നത്, ഓരോരുത്തരുടെയും ജീവിത അന്ത്യത്തിൽ ദൈവം അവരുടെ ജീവിതം വിലയിരുത്തുന്നത് അവരുടെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുമെന്നത്രേ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം അതിനെ ഉറപ്പിക്കുന്നു. സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവരാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സ്നേഹിക്കാൻ സാധിക്കാത്ത നമ്മുടെ ബലഹീനതയ്ക്കുള്ള പ്രതിവിധി ദൈവത്താൽ സർവ്വന് സ്നേഹിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് നേടുകയാണ്. എല്ലാ മനുഷ്യരും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണ് എന്ന യാഥാർത്ഥ്യബോധമാണ് സ്നേഹിക്കാനുള്ള നമ്മുടെ കഴിവുകേടിനുള്ള ഒരു നല്ല പ്രതിവിധി. മറ്റുള്ളവരുടെ ബലഹീനതകൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കാനുള്ള അനുകൂല സന്ദർഭങ്ങളാണ് എന്നതാണ് സത്യം. ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുമെന്നാണല്ലോ കർത്താവ് പൗലോസിനോട് അരുളി ചെയ്തത്. അങ്ങനെയെങ്കിൽ വ്യക്തികളുടെ പരിമിതികളുടെ പേരിൽ നാം അവരെ സ്നേഹിക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് നാം വിധേയപ്പെടാതിരിക്കുകയല്ലേ ചെയ്യുന്നത്.
സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നല്ലതാണ് എന്ന് കണ്ട കർത്താവ് ഓരോരുത്തരെയും അവരുടെ ബലഹീനതകളുടെ കൂടെ തന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. കർത്താവ് നല്ലവരെന്ന് വിളിച്ചവരെ നാം എന്തിന് കൊള്ളരുതാത്തവരായി മുദ്ര കുത്തണം? എല്ലാവരിലും കർത്താവ് സംപ്രീതനാണ്, അവരുടെ സകല കുറവുകളോടും കൂടെ തന്നെ. പിന്നെ ഇതിന് കുറവുകളുള്ളതിൻ്റെ പേരിൽ നാം ചിലരെ നമ്മുടെ സ്നേഹവലയത്തിൽ നിന്ന് മാറ്റി നിർത്തണം. എല്ലാവരെയും സ്നേഹിക്കുക എന്നതാണ് ക്രിസ്തീയ സ്നേഹം. യഥാർത്ഥ പ്രതിപതി ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ള കൃപ. അപരനെ വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കാൻ കഴിയാത്ത ഈ മഹാപ്രതിസന്ധിക്കുള്ള യഥാർത്ഥ പരിഹാരം ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നാം ഓരോരുത്തരും പ്രാപ്തരായി തീരുക എന്നതാണ്. അത് സാധ്യമാകണമെങ്കിൽ നാം ക്രിസ്തുവിനെ പോലെ ആകണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ നമ്മിൽ രൂപപ്പെടുത്തണം. കാരണം ക്രിസ്തു മാത്രമേ നിസ്വാർത്ഥ സ്നേഹത്താൽ സ്നേഹിച്ചിട്ടുള്ളൂ. യേശുവിന് നമ്മെ അനുരൂപരാക്കുന്നതിൽ പരിശുദ്ധ മറിയത്തിനുള്ള പങ്ക്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് യേശുവിനെ നമ്മിൽ രൂപപ്പെടുത്തുന്നതിന് മറിയത്തിനുള്ള അതുല്യ പങ്കിനെപ്പറ്റി സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ ശിരസായ ക്രിസ്തു മറിയത്തിൻ്റെ ഉദരത്തിലാണ് രൂപപ്പെട്ടതെങ്കിൽ ശിരസിൻ്റെ അവയവങ്ങളായ നമ്മളെല്ലാവരും മറിയത്തിൻ്റെ ഉദരത്തിലൂടെ തന്നെ രൂപപ്പെടുത്തപ്പെടണം. മറിയത്തിൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ടത് മിശിഹ ആയതിനാൽ മറിയത്തിൻ്റെ ഉദരത്തിലൂടെ ദൈവം നമ്മെ രൂപപ്പെടുത്തുമ്പോൾ നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. മരിയൻ പ്രതിഷ്ഠയിലൂടെ ഇതാണ് സംഭവിക്കുന്നത്. അതുവഴി നമ്മിൽ പ്രവർത്തിക്കാൻ പരിശുദ്ധ മറിയത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനാൽ അവൾ നമ്മെ യേശുവിനെ പോലെ ആക്കും. വിശുദ്ധൻ തുടരുകയാണ്, മറ്റൊരു യേശുവായി രൂപപ്പെടാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം നാം മാതാവിനോട് ചേർന്ന് നിൽക്കണം. മറിയത്തിൻ്റെ പക്കൽ അധികമായി അണയുകയും നാം അവളോടൊത്ത് വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മെ യേശുവിന് അനുരൂപരാക്കുക എന്ന അവളുടെ ദൈവ നിശ്ചിത ദൗത്യം പൂർത്തിയാക്കാൻ അവൾക്ക് നാം സമ്മതം നൽകുകയാണ്. എന്നാൽ മറിയത്തിന് എങ്ങനെ ഈ മഹാദൗത്യം നാം ഓരോരുത്തരിലും നിർവഹിക്കാനാവും? തൻ്റെ തിരുക്കുമാരനെ പോലെ അവളും നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം മാനിക്കുന്നതിനാൽ നമ്മുടെ മുൻകൈയെടുക്കലില്ലാതെ ഇക്കാര്യത്തിൽ അവൾ ഒന്നും ചെയ്യുകയില്ല. നമ്മുടെ അനുവാദമില്ലാതെ അവൾ നമ്മെ സഹായിക്കുകയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഒക്കെ ചെയ്യാമെങ്കിലും അവളുമായി ഒരു അത്യഗാധ ബന്ധത്തിലാകാൻ അവൾ നമ്മെ ഒരിക്കലും നിർബന്ധിക്കുകയില്ല. ബൈബിൾ വായന. കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രാർത്ഥന. ഞാൻ പാപിയായിരിക്കെ എനിക്ക് വേണ്ടി മരിച്ച് എന്നോടുള്ള സ്നേഹം പ്രകടമാക്കിയ കർത്താവായ യേശുവേ, എനിക്കിഷ്ടമില്ലാത്തവരെ സ്നേഹിക്കാനുള്ള എൻ്റെ കഴിവുകേട് അങ്ങേ സന്നിധിയിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ പാപത്തിൻ്റെയും കൂടി ഫലമായി എന്നിൽ വളർന്ന് വേരൂന്നിയ ഈ സ്വഭാവ വൈകല്യം എന്നിൽ നിന്ന്
ദൂരീകരിക്കണമേ. എല്ലാവരെയും അവരുടെ കുറവുകളോടുകൂടെ അംഗീകരിക്കാനും സ്നേഹിക്കാനും എനിക്ക് കൃപ നൽകണമേ. കുറവുകളും കുറ്റങ്ങളും ഉള്ളവരെ വീണ്ടെടുക്കാൻ സ്വജീവൻ ബലി കഴിച്ച അങ്ങേ സ്നേഹം അവരെ സ്നേഹിച്ച് വീണ്ടെടുക്കാൻ എനിക്ക് ഉത്തേജനമാകട്ടെ. അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി ഉള്ള ദൈവഭക്തിയിൽ നിന്ന് ദൈവത്തെ തേടുന്ന, ദൈവത്തിന് വേണ്ടി സ്നേഹിക്കുന്ന യഥാർത്ഥ ദൈവഭക്തിയിലേക്ക് എന്നെ വളർത്തണമേ. പരിശുദ്ധ അമ്മയ്ക്ക് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യാൻ ആത്മാർത്ഥമായി ഒരുങ്ങുന്ന എന്നെ മാതാവിൻ്റെ ഹൃദയത്തിലൂടെ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുത്തണമേ. അങ്ങനെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ ദൈവത്തെയും അവനെയും സ്നേഹിക്കാൻ ഞാൻ പ്രാപ്തി നേടട്ടെ. ദൈവത്തെയും മനുഷ്യരെയും പരമാർത്ഥതയോടെ സ്നേഹിച്ച പരിശുദ്ധ മറിയമേ, നിനക്ക് ജീവിതം സമർപ്പിക്കാൻ ഒരുങ്ങുന്ന എന്നെ നീ സഹായിക്കണമേ. പരിധിയില്ലാത്ത സ്നേഹത്തിലേക്ക് എന്നെ വളർത്തുകയും ചെയ്യണമേ. ആമേൻ. സൽകൃത്യം. ഇഷ്ടമില്ലാത്ത ഒരാളെ സന്ദർശിച്ച് സ്നേഹം പങ്കുവയ്ക്കുക.